ഇതാരാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കുട്ടികൾ ഹെഡ് സ്കാർഫ് ഇടുന്നതിനെതിരെ മാധ്യമങ്ങളോട് വാതോരാതെ ഘോരഘോരം സംസാരിക്കുന്നത് ആരാണ്? ഹെഡ് സ്കാർഫ് ഇട്ട് വന്നിട്ടുള്ള ഒരു കന്യാസ്ത്രീയാണ്. അതിലുള്ള വൈരുദ്ധ്യത്തെക്കുറിച്ച് പോലും അവർ ആലോചിക്കുന്നില്ല. ക്രിസ്ത്യൻ നേതൃത്വം ആലോചിക്കേണ്ട കാര്യം ഇതാണ്. നോക്കൂ, ഇവിടെയുള്ള അവരുടെ ഒരു കോ ഫെയ്ത്ത് കമ്മ്യൂണിറ്റി, അവർ വളരെ പ്രധാനമെന്ന് കാണുന്ന, അവരെ സംബന്ധിച്ചുള്ള പ്രധാനമായുള്ള ഒരു തുണിക്കഷ്ണം അവരുടെ തലയിലിടാനുള്ള, അത് അനുവദിക്കാനുള്ളൊരു വിശാലത നിങ്ങൾ കാണിക്കുന്നില്ലെങ്കിൽ അത് എങ്ങനെയാണ് നൈതികമായി ധാർമ്മികമായി നിങ്ങൾക്കത് വിശദീകരിക്കാൻ കഴിയുക എന്നവരാലോചിക്കണമെന്നാണ്. ഇതുകൊണ്ട് എന്താണ് കാര്യം? ഈ കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടി ഒരു തട്ടമിട്ട് ക്ലാസ്സിൽ വന്നുകൊണ്ട് എന്ത് ഡിസിപ്ലിനാണ് അത് ബാധിക്കുക? ഏത് നിലക്കാണ് കോളേജിൻ്റെ അല്ലെങ്കിൽ സ്കൂളിൻ്റെ അതിനൊരു അക്കാഡമിക് ക്വാളിറ്റിയെ, അതിൻ്റെ ഒരു പെർഫോമൻസിനെ അതെങ്ങനെയാണ് ബാധിക്കുക എന്നവരാലോചിക്കണം. അപ്പോൾ ഇതെന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ഇത് ഒരു തരം ഈറയാണ്, ഏതോ നിലക്കുള്ള ഒരു കാലുഷ്യം ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ അസഹിഷ്ണുതയുടെ പ്രകടനമായിട്ട് തന്നെ വ്യാഖ്യാനിക്കുള്ളൂ. ഇതിനെ ഈ തട്ട നിരോധനത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഈ സ്കൂൾ മാനേജ്മെൻറ്റും സഭാ നേതൃത്വവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായങ്ങളുണ്ടല്ലോ, ഇതേ ന്യായങ്ങളാണ് ഉത്തരേന്ത്യയിൽ ഈ കന്യാസ്ത്രീകളെയും അച്ഛന്മാരെയും അടിച്ചോടിക്കുവാനും അവരുടെ പ്രെയർ അസംബ്ലികൾ തടസ്സപ്പെടുത്താനും RSSകാരും പറഞ്ഞുകൊണ്ട് ഇതിനേക്കാൾ ലോലമായ ന്യായങ്ങൾ പറഞ്ഞാണ് അവർ ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം അവർ മനസ്സിലാക്കുക എന്നാണ് ഞാൻ പറയാം.